ഹലോ എവരിവൺ. അങ്ങനെ ജൂലൈ റിലീസിന് ഒരുങ്ങുന്ന ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ടീസർ ട്രെയിലർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ടീസർ ട്രെയിലർ ബ്രേക്ക് ഡൗൺ ചെയ്യണമെന്നുണ്ടായിരുന്നു, ബട്ട് ടൈം കിട്ടിയില്ല. പിന്നെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ തന്നെ എങ്ങനെയും ബ്രേക്ക് ഡൗൺ ചെയ്യും. ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ്. പിന്നെ ട്രെയിലർ കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം ഇനി എന്തൊക്കെയാണ് നടന്നത്, ഇതെങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ. ഈ കഴിഞ്ഞ 2016 നവംബറോടെ 20th സെഞ്ച്വറി ഫോഴ്സ് ഡെഡ്പൂൾ 3 വർക്ക് ആരംഭിച്ചതാണ്. എന്നാൽ 2019 എല്ലാവർക്കും അറിയാം ഫോഴ്സിൻ്റെ കോൺട്രാക്റ്റ് അവസാനിച്ചു. മാർവൽ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് വർക്ക് ആരംഭിച്ചു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ എനിക്കൊരു സംശയം, ഡെഡ്പൂളിൻ്റെ മുമ്പുള്ള മൂവീസ് കണ്ടാലറിയാം അത് R-rated കണ്ടന്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഡിസ്നിയിൽ കൊണ്ടുവരും എന്നൊക്കെയാണ്. എന്നാൽ ഈ ടീസർ ട്രെയിലർ ഇറങ്ങിയതോടെ അറിയാൻ കഴിഞ്ഞത്, മുമ്പ് ഇറങ്ങിയ ഡെഡ്പൂൾ മൂവീസ് പോലെ തന്നെ ഈ ഡെഡ്പൂളിനെ MCUവിൽ ചേർത്ത് R-rated കണ്ടന്റിലാണ് ഈ മൂന്നാം പടവും വരുന്നതെന്ന് ട്രെയിലറിൻ്റെ തുടക്കത്തിൽ കണ്ടതാണ്. വെയ്ഡ് വിൽസന്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അവിടെ നിന്ന് TV വന്ന് തൂകുന്നതൊക്കെയാണ് കാണാൻ കഴിയുന്നത്. ഡെഡ്പൂൾ 2വിൻ്റെ ലാസ്റ്റിൽ കണ്ടതാണ് ആ ടൈം ട്രാവലർ ഡിവൈസ് യൂസ് ചെയ്ത് അവൻ്റെ തന്നെ റിയാലിറ്റിയിൽ പല ചേഞ്ചസ് കൊണ്ടുവരുന്നത്. മുമ്പ് ലോക്കി സീരീസിൽ കണ്ടതുപോലെ എന്തോ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ഈ പടം വലിയൊരു ട്രീറ്റ് തന്നെയായിരിക്കും. ഐ എം ഡാം ഷുവർ. എല്ലാവർക്കും അറിയാവുന്നതാണ്, റീസെൻ്റായി MCUവിൽ ഇറങ്ങുന്ന മിക്ക മൂവീസ് ആകട്ടെ സീരീസ് ആകട്ടെ ഡൗണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വോൾവറിനൊപ്പം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ചരിത്രം തന്നെ ഡെഡ്പൂൾ മാറ്റും. ജൂലൈ 26-നാണ് റിലീസ്. സോ നിങ്ങൾ ഈ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ടീസർ ട്രെയിലർ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.